ഈ ടീമില് ഞങ്ങൾക്ക് 4 പേരിലുള്ളതിൽ 2 പേര് കോഴിക്കോട് നിന്ന്, സമീറും സൗദും. അതുപോലെ തന്നെ എനിക്ക് കോഴിക്കോട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസിന്റെ അനുഭവമുണ്ട്. പിന്നെ ഉള്ളത് സജീർ സജീർ കോഴിക്കോട് NIT പാസ് ഔട്ടാണ്. അപ്പൊ ഞങ്ങൾക്കുള്ള ആ കോഴിക്കോടുകാരുടെ ആ സ്നേഹസമ്പന്നതയും സൽക്കാര പ്രിയവും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സോ ഈ വ്ലോഗ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കോഴിക്കോടുകാർക്ക് വേണ്ടിയാണ്, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി. വെൽക്കം ടു കഫേ സുലൈമാനി. അതെ, ടൈറ്റിൽ അങ്ങനെ ആയിരിക്കണം. ഇന്ന് സാറ്റർഡേ 18-ാം തീയതി രാവിലെ ഹൈക്കിന് ഇറങ്ങിയതാ. ഇന്നും ക്ലൗഡിയാണ്, ചെറുതായിട്ട് മിസ്റ്റൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, സോ ഫാർ സോ ഗുഡ്. എക്കോളജിക്കൽ റിസർവ് എന്ന് പറഞ്ഞ ഒരു വനമേഖലയുണ്ട്. അത് വളരെ സംരക്ഷിക്കപ്പെടുന്ന ഒരു വനമേഖലയാണ്. അതിൽപ്പെടുന്ന ബ്ലൂ സ്കൈ കാനിയൻ ട്രയൽ എന്ന് പറഞ്ഞ ട്രയലാണ്. അപ്പോൾ വളരെ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും അതുപോലെ തന്നെ പക്ഷികളെയും ഒക്കെ കാണാൻ പറ്റുന്ന വളരെ പ്രകൃതിദത്തമായ ശരിക്കും നല്ല മിസ്റ്റൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ നല്ല ക്ലൗഡി ഡ്രൈവ് തന്നെ. നല്ലൊരു സ്റ്റേഡിയം കണ്ടോ ലെഫ്റ്റ് സൈഡിൽ, സ്കൂളിൻ്റെ ഒരു സ്റ്റേഡിയമാണ്. പിന്നെ രാവിലെ ആൾക്കാർ സൈക്ലിംഗ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. നല്ല രസമാണ് സൈക്ലിംഗ്, കാണുന്നുണ്ടോ? ഞാനും ഫ്രണ്ട്സും കൂടി നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോകുമായിരുന്നു ഫ്രണ്ട് സർക്കിളിൽ. ഇപ്പോൾ കൊറോണ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് പേടിച്ചും വീട്ടിലിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തത് കാരണം വീണ്ടും ഫ്രണ്ട്സുമായിട്ടൊന്ന് ചെറിയ രീതിയിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഫേസ് മാസ്കും ഒക്കെ ധരിച്ച് ഞങ്ങളൊരു ട്രെയിനിൽ ഇങ്ങനെ ഹൈക്ക് ചെയ്യാണ് ആഴ്ചയിൽ. അത് ഇങ്ങനെ ഒരു ചലഞ്ചും കൂടി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഡീറ്റെയിൽ പിറകെ പറയാം. ഓക്കെ കേട്ടോ. ഞാന് മറ്റേ എന്താണ് ഫിലിമോറ എങ്ങനെയുണ്ടോ? എല്ലാത്തിലും ബിൽറ്റിൻ. പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ യൂട്യൂബ് കണ്ടിരുന്നു. നല്ല പ്രൈസ് ആയിരിക്കും. ചിത്രം വരയ്ക്കുന്നതിന് ഒരു കൊല്ലത്തിന് $10 അടുത്ത് നടന്ന സ്ഥലത്ത് നമ്മളെ മിനിയാപോളിസ് 15 ദിവസം കഴിഞ്ഞിട്ടും 2% കുറവാ. അത് ഒരു വിചാരിച്ച ഇത്ര കൂടുന്നതാണ്. ആ വിചാരിച്ച അതായത് ഒരു 10% കൂടുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 2% കൂടി. സർവേ എടുത്തോ? ഈ മഹാമാരിയുടെ കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ലോക കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. കുറെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനായിട്ട് മനസ്സിനും ശരീരത്തിനും നല്ലൊരു വ്യായാമവുമാണ്. ഈ പെർഫോമൻസ് ഇതിലൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ജോർജ് ഫ്ലോയ്ഡിന്റെ പ്രശ്നമായിരുന്നു. എന്റെ ചങ്ങായിമാര് നാട്ടിൽ നിന്ന് വിളിച്ചു. എന്തോ അതൊക്കെ ഉള്ളോട്ടോടെ ഇവിടെ ഒന്നുമില്ല, കാലിഫോർണിയയിലൊന്നും വരില്ല. എന്നിട്ട് പിറ്റത്തെ വെള്ളിയാഴ്ച ഉണ്ടോ വീഡിയോ ഇട്ടിരുന്നു. എല്ലാം സാന്റിയാഗോ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ആണല്ലോ. ട്രെയിലുകൾ പലതരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബൈസിക്കിള്, വാക്കിങ്, അതുപോലെ തന്നെ പിന്നെ മറ്റ് എന്തെങ്കിലും സ്പോർട്സ് യൂട്ടിലിറ്റി വർക്കുകളൊക്കെ കൊണ്ടുവരാൻ അലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ട്രെയിലിന്റെ സ്പെസിഫിക്കേഷനിൽ അത് അവർ എഴുതിയിട്ടുണ്ടാവും. ഇവിടെ ബൈസിക്കിൾ അവർ പെർമിറ്റ് ചെയ്ത്, എന്നാലും ചില വിദഗ്ധന്മാർ കൊണ്ടുവരും. ഇവന്റെ ഫേവറേറ്റ് സ്ഥലം ഒരു സ്ഥലം ഇല്ലെങ്കിൽ
ഇവിടെ വേറെ ഹൈക്കുണ്ട് മോനെ. ഇവിടെ നമ്മളെ ഇതില്ലേ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സ്ഥലം അൽക്കോൺ. അൽക്കോണിൽ ഞാൻ ഓഫീസിൽ നിന്ന് 3 ആളെയും കൂടി ചെറുപ്പക്കാരും 25, 26 അല്ല പറ്റിയ എന്താ വെച്ചാൽ ആ ഹൈക്കിന് ഈ ഹൈക്ക് ഇപ്പം ഇങ്ങനെ കയറി നമ്മളിങ്ങനെ ഇറങ്ങല്ലേ. ആ ഹൈക്ക് എങ്ങനെയാ വെച്ചാൽ അത് ഒന്നാമത്തെ സാന്റിയാഗോയിലെ 2ാമത്തെ കുന്നതാ. ഹൈക്കിന് പ്രശ്നം എന്താ വെച്ചാൽ ഹൈക്ക് ഇങ്ങനെയാ, അതായത് ഇങ്ങനെ പിന്നെ ഒരു മല ഇറങ്ങുന്നു, പിന്നെ കയറുന്നു, ഇറങ്ങുന്നു, കയറുന്നു. മനോഹരം. പ്രശ്നമല്ല, തിരിച്ചു വരുന്നേരം അങ്ങനെ തന്നെയാണ്. പണി കിട്ടി. നോർമലി ഈ സ്കൈ ബ്ലൂ കളേഴ്സ് ആണ്. ഇപ്പോ വൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ക്ലൗഡ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബ്ലൂ സ്കൈ പ്രിസർവ് എന്ന ഒരു പേരിട്ടേക്കുന്നത്. പിന്നെ ഞങ്ങൾ താഴെ ഞങ്ങൾ കയറി വന്നതാണ് വൈറ്റ് പ്ലാറ്റ്ഫോം അതൊക്കെ കാണുന്നത്. നല്ല രസമുണ്ട്, നല്ലൊരു വ്യൂവും മലകളും ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നല്ലൊരു ദൃശ്യ വരുന്നത് തന്നെയാണ്. ഈ കാണുന്നതാണ് ലേക്ക് പോയ ഡാം പോലെ ഇങ്ങനെ കവർ ചെയ്ത്. എന്നാലും ഈ സാധനം യജമാന്റെ കൂടെ പോകും. പയ്യെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല. ഇവരെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക സാധനം. പലരും ഒക്കെ പറയുന്നു, ഞാൻ ലോൺലെസ് ആയിട്ട് വീട്ടിൽ വന്ന് ഇരിക്കുമ്പോൾ ഈ ഡോഗാണ് എന്നെ വാക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അതായത് അവർക്കൊരു റുട്ടീനുണ്ട്. ഇതിന് ഭക്ഷണം കൊടുക്കുക, ഇതിനെ അപ്പിടിക്കാൻ കൊണ്ടുപോകുക, ഡിപ്രഷനിൽ മാറ്റാനുള്ളൊരു. ഇവിടെ ഇതുപോലുള്ള ട്രയൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ടും നല്ല മെയിൻറ്റെയിൻ ചെയ്തും സിറ്റി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഗവൺമെന്റിന്റെ ഫണ്ടോടുകൂടിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടിയുടെ ഫണ്ടോടുകൂടിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രാവിലെ സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ആണ് ഒരു വിസിറ്റിംഗ് ടൈം വെച്ചേക്കുന്നത്. ഫീ ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഞാൻ പറയുന്ന അഡാപ്റ്റ് ചെയ്യാം. നമുക്ക് ചെറിയൊരു ഫീസ് കൊടുത്ത് തന്നെ ചെയ്യാവുന്ന. നിങ്ങൾ കണ്ടു കാണും, ആരും ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെ പേപ്പറോ മാലിന്യമോ ഒന്നും വലിച്ചെറിയുന്നില്ല. എല്ലാവരും ഓരോരോ സാധനം കൊണ്ടുവന്ന് തിരിച്ചതേപോലെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമുക്കും അതുപോലെ നമ്മുടെ സ്ഥലങ്ങളെ പ്രകൃതിയെയും സംരക്ഷിക്കപ്പെടാം, പുഴകളെയും തോടുകളെയും ബീച്ചുകളെയും. അപ്പോൾ നമുക്കും ഇതൊരു പ്രചോദനമാകട്ടെ. ഈവൻ ഒരു ചെറിയ നോമിനൽ ഫീസ് കൊടുത്ത ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഇതുപോലുള്ള ക്യാമറ എടുത്തോണ്ട് വന്നെങ്കിൽ അടിപൊളി ഫോട്ടോസ് കിട്ടും. അടിപൊളി സ്ഥലം ഫോട്ടോ. നല്ല ഫോട്ടോസ് എന്റെ അടുത്ത് കുറെ നല്ല ഫോട്ടോ ഉണ്ട് ഇവിടുന്ന് എടുത്ത്. പറഞ്ഞ പോലെ നമ്മളെ പൊണ്ടാട്ടിക്ക് ഒരു തെളിവ് വേണ്ട. നമ്മൾ കേട്ടോ ഞാൻ പായസിനെ കളിയാക്കി ഞാൻ പറ്റല്ലേ. ആ ട്രെയില് ഞങ്ങൾ കയറി വരുന്ന സ്ഥലം ഒരു പബ്ലിക് പാർക്കിൽ എല്ലാവരുമാണ് ചെല്ലുന്നത്. പക്ഷെ ആ പബ്ലിക് പാർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ആ ഒരു ഗ്രീൻ പുൽമേടുകൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും പബ്ലിക് വേസ്റ്റ് ഇടണമെങ്കിലൊക്കെ അറിയാതെ ഇടുന്നത് അത് പറക്കി പിന്നെ അത് ക്ലീൻ ചെയ്യാൻ കണ്ടില്ല. ആ വണ്ടിയിൽ ആൾ വന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നല്ല കണ്ണിന് കുളിർമയേക്കുന്ന കാഴ്ചകൾ തന്നെ. നോക്കിയണ്ട ഒരു രക്ഷയില്ല കേട്ടോ. മറ്റേ ഈ മൗണ്ടൻ ഒക്കെ പോകാൻ പറ്റിയ സാധനം. ഭയങ്കര ഓളമല്ല. ഇതാണ് US ഇന്നത്തെ ആഫ്റ്റർ കോവിഡ് ആൾക്കാർ എൻജോയ് ചെയ്യേ. ഇവിടെ പാർക്ക് എൻട്രൻസിൽ ഈ കാണുന്ന കായലില് ഫിഷിനെ അവര് ചെറിയ ഫിഷിനെ കൊണ്ടിടുകയും അതുപോലെ തന്നെ വലിയ മിനിമം ഒരു വളർച്ചയെത്തിയ ഫിഷിനെ നമുക്ക് പിടിക്കാനുള്ള അനുവാദമുണ്ട്. അതിന് സ്പെഷ്യൽ ഒരു ഇയർലി ഒരു ലൈസൻസ് എടുക്കണം. $10 അതിന് താഴെയാണെന്ന് തോന്നുന്നു ഒരാൾക്ക്. അപ്പൊ അത് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ഫിഷ് ക്യാച്ച് ചെയ്യാം. ഒരു മിനിമം വളർച്ചയെത്തിയ മീനിനെ നമുക്ക് വീട്ടിലും കൊണ്ടുപോകാം. അപ്പം ബോട്ടിൽ വരുന്നവരുണ്ട്, അല്ലാതെ ചൂണ്ടയായിട്ട് വന്ന് പിടിക്കുന്നവരുണ്ട്. അതിനുള്ള സ്റ്റോറും ഫെസിലിറ്റിയും എല്ലാം ആ പാർക്കിന്റെ എൻട്രൻസിൽ തന്നെ ഉണ്ട്. ലൈസൻസ് ഇവിടെ നിന്ന് തന്നെ എടുക്കാം. കോഴിക്കോട്ടുകാർക്ക് കാണാമല്ലോ, ഒന്ന് മുഖമൊന്ന് മാറ്റിയത്. കോഴിക്കോട്ട് നിന്ന് അമേരിക്കയിൽ പുകയിൽ വന്ന് പിടിച്ച ഒരാളാണ്. കണ്ടോ സമീർ, സൗന്ദര്യം. കോർപ്പറേറ്റ് കരിയർ കയറുന്ന അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കോർപ്പറേറ്റ് കരിയർ നമ്മൾ ചെയ്തത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതെ, ടൈറ്റിൽ അങ്ങനെ ആയിരിക്കണം. ഈച്ചകൾ വന്ന് എന്റെ കോട്ടിൽ വന്നിട്ട്
ബോർഡ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയുള്ള പ്രസവ വനത്തിലുള്ള പക്ഷികളുടെ വിങ്സിന്റെ ലെങ്താണ്. അപ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏത് ബേർഡ്സിന്റെ അത്ര വലിപ്പത്തിൽ നമ്മളെ കൈ മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹൈക്കിംഗ് വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല രസകരമായ സ്ഥലങ്ങളിലുള്ള ഹൈക്കിംഗ് വീഡിയോസ് ഞങ്ങൾ പിറകിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഷെയറും നിങ്ങളുടെ കമൻറ്റും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് see you then. Goodbye. Thank you.